വേലിക്കകത്ത വീട് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമായ ഒരു കാലത്ത് വലിയ ശ്രദ്ധാകേന്ദ്രമായിരുന്ന ആ വീട് ഇന്നും അവസാനമായി ശ്രദ്ധാകേന്ദ്രമാവുകയാണത്. ആലപ്പുഴയുടെ പ്രിയപുത്രനെ ഏറ്റുവാങ്ങാൻ കൂടിയാണ്. നടരാജ് പരശുരാം അവിടെ നിന്ന് ചേരുന്നുണ്ട്. നടരാജ്, നമ്മൾ കണ്ടതാണ് നേരത്തെ ഒരുപാട് ആളുകൾ, അത് രാവെന്നോ പകലെന്നോ ഇല്ലാത്തൊരു കാത്തിരിപ്പാണ്. അപ്പോൾ ഏറെ വൈകുമെന്നറിഞ്ഞിട്ടും അവരാരും പിൻവാങ്ങാൻ തയ്യാറാകുന്നില്ല. VS-നെ കണ്ട് ഒരുപക്ഷെ അവരുടനീളം ആ ചടങ്ങുകളിലൊക്കെ ഉണ്ടാകും. അവസാനം VS-ന് അന്ത്യയാത്ര ഒരുക്കുന്നത് വരെ അവിടെ നിൽക്കാൻ തയ്യാറായി വന്ന ആളുകൾ കൂടിയാണ്. അപ്പോൾ അവിടേക്ക് തന്നെയാണ് ആളുകൾ ഇങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ? ഇപ്പോഴും നേരത്തെ കണ്ടതിന് സമാനമായ കാഴ്ചകൾ തന്നെയാണോ അവിടെ നിന്ന് നൽകാനുള്ളത് നടരാജ്? ജിൽസി, ഏറെ വൈകാരികമായ കാഴ്ചകളാണ് വേലിക്കകത്ത് വീട്ടിൽ കാണുന്നതെന്ന് പറയാം. പ്രിയ സഖാവിനെ കാണാനായി നിരവധി ഭാഗത്തു നിന്നും നിരവധി പാർട്ടി പ്രവർത്തകരും അനുയായികളും ഒക്കെ തന്നെ ഈ വീട്ടിലേക്ക് ഒഴുകുകയാണ്. ഇന്നലെ ഏതാണ്ട് വൈകുന്നേരം മുതൽ ഞാൻ ഈ ഭാഗത്തുണ്ട്. ഇവിടെ അദ്ദേഹത്തിനായുള്ള കാത്തിരിപ്പ് തുടരുന്ന ഒട്ടേറെ മുഖങ്ങൾ നമ്മൾ കണ്ടു. പല മുഖങ്ങളിലും വലിയ നിരാശയുണ്ട്. പ്രതീക്ഷയറ്റ പല ആളുകളുമായി നമ്മൾ സംസാരിച്ചു. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നവരുമായി നമ്മൾ സംസാരിച്ചു. അല്പസമയം മുമ്പ് സൗദിയിൽ നിന്നും VS-നെ അവസാനമായി കാണാനെത്തിയ ഒരു മലപ്പുറം സ്വദേശിയെ നമ്മൾ കണ്ടു. ഇദ്ദേഹം ഉസ്മാൻ സൗദിയിൽ ജോലി ചെയ്യുകയാണ്. സൗദിയിൽ നിന്നും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് ഇന്നലെ വൈകുന്നേരം എത്തി രാത്രിയോടുകൂടി ഇവിടെ എത്തിയതാണ് ഉസ്മാൻ. എന്ത് ജോലിയാണ് സൗദിയിൽ ചെയ്യുന്നത്? ഫ്രൂട്ട്സിൻ്റെ കടയിലാണ് ഡെലിവറി. VS-നെ കാണാൻ വേണ്ടി നേരിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട്? VS-നെ സഖാവിനെ കാണാൻ വേണ്ടിയിട്ടല്ല, ഞാൻ എക്സിറ്റിന് കൊടുത്തിട്ട് കുറച്ച് ദിവസമായി അവിടെ നിന്ന് വരാൻ. സൗദിയിൽ നിന്ന് വരാൻ എക്സിറ്റിന് കൊടുത്ത് കുറച്ച് ദിവസമായി. ഇപ്പം മിനിയാന്നാണത് ഓക്കെ ആയത്. അപ്പോൾ ഉടനെ ടിക്കറ്റ് എടുത്തു. ഇന്നലെ 7 മണിക്ക് ഇവിടെ ലാൻഡ് ചെയ്തു. വീട്ടിലോട്ടൊന്നും പോയില്ല, നേരെ 10:30 ആകുമ്പോൾ ഇവിടെ എത്തി. സഖാവിനെ കണ്ട് നമ്മളൊക്കെ ചെറുപ്പത്തിൽ SFIയിലൂടെയും DYFിലൊക്കെ വളർന്നു വരുമ്പോൾ നമ്മുടെ മനസ്സിലാകെ പ്രതിഷ്ഠയുടെ ഒരു സഖാവാണല്ലോ. ഒരു കമ്മ്യൂണിസ്റ്റുകാരെ എങ്ങനെ ജീവിക്കണം നമ്മളൊക്കെ മാതൃകയാക്കിയ ഒരു സഖാവാണ്, സമരത്തിൻ്റെ നായകനാണ്. അപ്പോൾ സഖാവിനെ ഒന്ന് അവസാനം കാണാൻ കിട്ടുന്ന ഒരു ഭാഗ്യം, അതൊരു വല്ലാത്ത ഭാഗ്യമാണ് ഞങ്ങൾക്കൊക്കെ. പ്രത്യേകിച്ച് ഞാൻ പറയില്ല, മലപ്പുറം ഒരു രാഷ്ട്രീയ ഒരു നന്നായി പ്രസരിക്കുന്ന ഒരു നാടാണ്. അപ്പോൾ നമുക്ക് അത് കണ്ടിട്ട് പോകണം എന്നുള്ളതൊന്നാണ്. സൗദി മലയാളികൾക്കിടയിൽ ഈ ദുഃഖവാർത്ത ഏത് രീതിയിലാണ് അവർ സ്വീകരിച്ചുള്ളത്? അവരുടെ ഒരു പ്രതികരണം എന്തായിരുന്നു? എല്ലാ ആളുകളും, അത് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ആളുകളും വല്ലാതെ ദുഃഖിപ്പിച്ചിട്ടുണ്ട്. കാരണം ഇത്തരത്തിലൊരാൾ ഈ കാലത്തും ഇങ്ങനെ നമുക്ക് കാണിക്കാൻ, കമ്മ്യൂണിസ്റ്റുകാരനായി കാണിക്കാൻ അഴിമതിയില്ലാത്ത വർഗീയതക്കെതിരെ എന്നും പോരാടുന്ന ഒരു സഖാവിനെ എന്നും കാണിക്കാൻ നമുക്ക് മുന്നിൽ നിർത്താൻ കഴിയുന്ന ഒരു സഖാവ് എന്നുള്ള നിലയ്ക്ക് എല്ലാ ആളുകളും പുനഃപ്രവാല സമരനായകനെ എന്നും ഓർക്കും. ആ ഓർമ്മ അവസാനമായി ഒന്ന് കണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു നിർവൃതി, അതിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് അദ്ദേഹത്തെ കണ്ടതിന് ശേഷം വീട്ടിലേക്ക് പോകണം. എത്ര കാലത്തിന് ശേഷമാണ് നാട്ടിലോട്ട് വരുന്നത്? ഞാൻ ഒരു വർഷമായി നാട്ടിൽ. ഒരു വർഷം മുമ്പാണ് അദ്ദേഹം വന്നു പോയത്. അതിനുശേഷം അദ്ദേഹം തിരിച്ച് നാട്ടിലോട്ട് എത്തിയത് VS-നെ അവസാനമായി കണ്ടതിന് ശേഷം മാത്രം നാട്ടിലോട്ട് പോകാനാണ്. ഇങ്ങനെ ഒരുപാട് പേർ, ജിൽസി ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഉസ്മാൻ്റെ കാര്യം ഇതുവരെ ഒരുപാട് പേർ, അല്പസമയം മുമ്പ് നമ്മൾ കണ്ടവർ, തമിഴ്നാട് നിന്ന് വന്നവർ, പാലക്കാട് നിന്ന് വന്നവർ, അങ്ങനെ സംസ്ഥാനത്തിൻ്റെ നാനാ ഭാഗത്തു നിന്ന് വന്നവർ, രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വന്നവർ പോലും VS അച്യുതാനന്ദനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ആഗ്രഹിച്ചെത്തുന്നവരുണ്ട്. വലിയ ജനസംഖ്യ തന്നെ ഈ ഭാഗത്ത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നലെ വൈകിട്ട് വരുമ്പോൾ ഉണ്ടായിരുന്നതിൻ്റെ 4 ഇരട്ടി തിരക്ക് ഇവിടെ ഉണ്ട് എന്ന് പറയാം. നിരവധി ആളുകൾ ഇവിടെയുണ്ട്. പലരും പല ഭാഗത്തു നിന്ന് വന്നവർ ഇപ്പോഴും അദ്ദേഹത്തെ അവസാനമായി കാണാൻ കാത്തുകൊണ്ട്. ചേട്ടാ, എന്താണ് ഈ കാത്തിരിപ്പിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഞങ്ങളത് അതിയായ ആഗ്രഹത്തോടുകൂടി കാത്തിരിക്കുകയാണ്. എന്നും വൈകുമെന്നാണ് പറയുന്നത്. നേരത്തെ വന്നിട്ടുണ്ട്. വൈകുമെന്നാണ് പറയുന്നത്, കുറച്ചുകൂടി സമയമെടുക്കും. തീർച്ചയായും. ഇപ്പം കൊല്ലം കഴിഞ്ഞിട്ടില്ല. എന്താണ് VS-നെ കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിൽ വരുന്നത്? എന്താണ്? VS ഒരു സമര യൗവനാണ്, ഒരു യുവാക്കളുടെ ഒരു ആവേശമാണ് VS-നെ ഒരാൾക്കും മറക്കാൻ കഴിയാത്തൊരു ജീവിത മാർഗമാണ് GS. എന്താണ് പറയാനുള്ളത്? VS ജനങ്ങളിലും അതുപോലെ തന്നെ ചെറുപ്പക്കാരിലൊക്കെ ഒരു സമര നേതാവാണ്. എന്നും VS-നെ ജനമനസ്സുകളിൽ ഓർത്തിരിക്കും. ജിൽസി, എനിക്ക് പുറകെ കാണാം VS-ന്റെ വലിയൊരു ചിത്രം ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൽ പുഷ്പാർച്ചനയൊക്കെ തന്നെ വരുന്നത് നടത്തിയിട്ടുണ്ട്. അതിനുശേഷം ഒരുപാട് പേർ ഇവിടെ കൂടിയിരിക്കുന്നുണ്ട്. ആലപ്പുഴയിലെയും മറ്റു ഭാഗങ്ങളിലെയും വളരെ സജീവമായി പ്രവർത്തിക്കുന്ന പാർട്ടി പ്രവർത്തകരാണ് ഇവരിൽ പലരും. സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്. ഇവരൊക്കെ തന്നെ അവസാനമായി അദ്ദേഹത്തെ കാണാനുള്ള കാത്തിരിപ്പിൽ ഇവിടെ തുടരുകയാണ്. ഇങ്ങനെ നിരവധി ആളുകൾ ഇത്തരത്തിൽ VS-നെ കാത്ത് അദ്ദേഹത്തിന് വീട്ടിരിക്കുന്നു. ചരിത്രമുറങ്ങുന്ന ഒരു വീടാണിത്. VS-ന്റെ ജീവിതത്തിലെ പല ഭാവങ്ങളും കണ്ടിട്ടുള്ള വേലിക്കകത്ത് വീട്. ചേട്ടാ, എന്താണ് സഖാവിനെ ഓർക്കുമ്പോൾ എന്താണ് മനസ്സിൽ തോന്നുന്നത്? ഓർക്കുമ്പോൾ ഞങ്ങൾ അമ്പായത്തോട് മിച്ചഭൂമി ഈ പട്ടയം വാങ്ങി തന്നിട്ടുള്ളത്.
അതാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഓർക്കാനുള്ളത്. വലിയ പോരാട്ടമായിരുന്നു വലിയ പോരാട്ടമായിരുന്നു. അവിടുന്ന് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അവിടെ വന്നു, അങ്ങനെ ഞങ്ങളോട് ഇറങ്ങരുതെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ആ നിൽക്കലാണ്. ഇപ്പോൾ 125 ആൾക്കൂടിയതിന് പട്ടയം കിട്ടുകയാണ്. ബാക്കി മുഴുവൻ ആൾക്കും പട്ടയം കിട്ടി. അത് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഓർമ്മ. അമ്പായത്തോട് ഭാഗത്തുള്ളവരൊക്കെ ഈ ഒരു വാർത്ത കേട്ടിട്ടേ അവർക്കൊക്കെ ഒരു വികാരം എന്തായിരുന്നു ആ ഒരു സമയത്ത്? അത് വളരെ കണ്ണിന്ന് വെള്ളം വരുന്നു, കണ്ണുനീരാണ് ഒഴുകുന്നത്. ആ രീതിയിലാണ് സങ്കടമാണ്. എന്താണ് പറയാനുള്ളത് സഖാവ്? കോഴിക്കോട് ജില്ലയിൽ നിന്ന് വരികയാണ്. കോഴിക്കോട് നിന്നാണ്. കോഴിക്കോട് ജില്ല കട്ടിപ്പാറ താമരശ്ശേരി അമ്പായത്തോട് മിച്ചഭൂമി സ്ഥിതി ചെയ്യുന്ന ഞങ്ങളുടെ പഞ്ചായത്തിലാണ്. സഖാവിൻ്റെ ജീവിതാനുഭവങ്ങൾ കേട്ടപ്പോൾ ഒരു വല്ലാത്തൊരാവേശം, സംഘടനാ പ്രവർത്തനത്തിന് വീണ്ടും വല്ലാത്തൊരാവേശമാണ് വന്നത്. കാരണം അത്രയും ത്യാഗം സഹിച്ചൊരു സഖാവാണ്. അതാണ് ഞങ്ങൾ ഓർമ്മകളിൽ വരുന്നത്. വലിയ ആവേശമാണ് VS ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഞങ്ങളവിടെ കട്ടിപ്പാറ വന്നിട്ടുണ്ട്, അതേപോലെ അമ്പായത്തോട് പട്ടയ വിതരണത്തിന് വന്നപ്പോൾ ഞങ്ങൾ സഖാവിൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. ആ ഓർമ്മകളാണ് ഇന്ന്. ഇങ്ങനെ ഒരു മനുഷ്യൻ, മജ്ജിയും മാംസമുള്ള ഇത്തരത്തിലുള്ള വിപ്ലവ വീര്യമുള്ളൊരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നുള്ളത് വലിയ രീതിയിൽ ഇവരൊക്കെ തന്നെ ഒരു ആവേശമായി കാണുന്നു. ആ ഓർമ്മയിൽ ഇനിയുള്ള കാലം ജീവിക്കാൻ കഴിയുമെന്ന് ഇവരൊക്കെ തന്നെ പ്രത്യാശിക്കുന്നു. ഒരു നോക്ക് അവസാനമായി കണ്ടുകൊണ്ട് VS ഇല്ലാത്തൊരു ലോകത്തിലേക്ക് കടക്കാൻ ഇവരൊക്കെ തന്നെ തയ്യാറെടുക്കുന്നു. ജിൽസി. നടരാജ്, ആലപ്പുഴയിൽ നിന്ന് വളരെ ദുഃഖസാന്ദ്രമായ കാഴ്ചകൾ കൂടിയാണ് കാണുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരിക്കലെങ്കിലും VS അവരുടെ ജീവിതത്തെ സ്പർശിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അമ്പായത്തോട് മിച്ചഭൂമി സമരവുമായി ബന്ധപ്പെട്ട VSന്റെ ഇടപെടൽ, പിന്നീട് 125 കുടുംബങ്ങൾക്ക് അവിടെ പട്ടയം കിട്ടിയവർ അവിടെ സന്തോഷത്തോടെ കഴിയുന്നു. ഈ വാർത്ത അറിഞ്ഞപ്പോൾ അവിടെ പലരും കരയുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരുപാട് ജനകീയ സമരങ്ങൾ, ജനങ്ങൾക്ക് അർഹമായത് നേടിയെടുക്കാൻ മറ്റൊന്നും തടസ്സമാകാതെ മുന്നിട്ടിറങ്ങിയ ജനനായകന് വേണ്ടിയാണ് ഇന്ന് നാട് തേങ്ങുന്നത്. ആലപ്പുഴയിൽ വലിയ കാത്തിരിപ്പാണ്. എത്രയോ സമയമായി തുടങ്ങിയ കാത്തിരിപ്പാണ്. അത് എപ്പോഴും അവസാനിക്കുമെന്നറിയില്ല. എപ്പോഴും അവസാനിച്ചാലും അവരതിനെ കാര്യമാക്കുന്നില്ല. കാരണം പ്രിയ സഖാവിനെ അവർക്ക് കാണണം, അഭിവാദ്യം അർപ്പിക്കണം, അവസാനമായി മുഷ്ടി ചുരുട്ടി ഒരു വിപ്ലവാഭിവാദ്യം അർപ്പിക്കണം. അതിനായുള്ള കാത്തിരിപ്പാണ്. നേരത്തെ നമ്മൾ കണ്ട ഒരാൾ, അദ്ദേഹം സൗദിയിൽ നിന്ന് വരികയാണ്. അദ്ദേഹം VSന്റെ മരണവാർത്ത അറിഞ്ഞ് ജോലിയൊക്കെ അവിടെ ലീവ് അപേക്ഷിച്ചുകൊണ്ട് ഇവിടെ എത്തുകയാണ്. കാരണം VSനെ അവസാനമായി കാണണം എന്നുള്ളത് മാത്രമാണ് ഇത്രയും ദൂരം ഇവിടെ എത്തി ആദരാഞ്ജലി അർപ്പിക്കാൻ. അദ്ദേഹം മലപ്പുറം സ്വദേശിയാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ ജീവിതത്തിൻ്റെ നാനാതുറയിൽ പലപ്പോഴായി VS എന്ന ജനകീയ നായകൻ അവരുടെ ജീവിതത്തിലൊക്കെ ഒരു തലോടലായി കടന്നു വന്നിട്ടുണ്ട്. ഇവർ നേതൃത്വം നൽകിയ ഒരുപാട് ജനകീയ പ്രക്ഷോഭങ്ങളിൽ പിന്തുണയുമായി അദ്ദേഹം അവരുടെ വേദി പങ്കിട്ടിട്ടുണ്ട്. അത്തരം ഓർമ്മകൾ കൂടിയാണ് ആളുകൾ ഇപ്പോൾ പങ്കുവെക്കുന്നത്.